ഹലോ അസ്സലാമു അലൈക്കും. ഈ മീന് പേരെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താന്ന്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തൊലി തന്നെ ഭയങ്കര വയവയപ്പേനു കേട്ടോ. അങ്ങോട്ട് പിടിക്കാൻ കഴിയില്ലേനും. പിന്നെ തൊലി മൊത്തമായിട്ട് ഉരിക്കണം, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ രണ്ട് വലിയ ഉള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചപ്പും കുറച്ച് കരിവേപ്പിലും മുളകും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഉപ്പും കുറച്ച് സുറുക്കി ഒഴിച്ച് അങ്ങോട്ടൊരു മസാല സെറ്റാക്കുക. പിന്നെ കെടുത്തി വെച്ച് നേരെ മീനിനെ അങ്ങോട്ട് പുരട്ടാം. നന്നായിട്ട് മസാല പുരട്ടിക്കൂട്ടെ അങ്ങോട്ട് ഉള്ളിലൊക്കെ എത്തട്ടെ മസാല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് ഞാൻ വെച്ചിട്ടോ. കാരണം മീൻ ആദ്യമായി കാണാണ്, ഏത് മീനാണെന്നും കൂടി അറിയില്ല, ഇതിൻ്റെ പേരെന്താണെന്നും കൂടി എനിക്കറിയില്ല. എന്തായാലും ഞാൻ കഴിക്കില്ല, പക്ഷെ കഴിക്കണോ നല്ല ടേസ്റ്റിൽ കഴിച്ചോട്ടെ. അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഒരു മത്തിയും കിട്ടീനും. പിന്നെ കരിവേപ്പിലിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് അങ്ങോട്ട് പൊരിച്ചെടുത്ത്. പിന്നെ ഒരു അലങ്കാരത്തിനും വേണ്ടി രണ്ട് ഉള്ളിയൊക്കെ വട്ടത്തിലരിഞ്ഞ്, അല്ലെങ്കിൽ ഈ വലിയ മീനുകളൊക്കെ പൊരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി എന്തോ ഒരു നിർബന്ധമാണ് സിയാദുകാർക്ക്. അങ്ങനെ അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു, എന്തോ എനിക്കിഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.